നമസ്കാരം. നമ്മൾ പൈത്തൺ പ്രോഗ്രാമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പൈത്തൺ പ്രോഗ്രാമിനകത്ത് കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ നോക്കിയതോ 3-4 പ്രോഗ്രാംസ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പൈത്തൺ പ്രോഗ്രാം നമ്മൾ ഇതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ പ്രോഗ്രാംസ് മാത്രമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസെപ്റ്റുകളൊന്നും ഇപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പ്രോഗ്രാംസ് മാത്രം. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് വോവൽസ് ആൻഡ് കൺസോണൻസ് ഇൻ എ സ്ട്രിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പ്രോഗ്രാം ഒരു സ്ട്രിങ്ങിനകത്ത്, സ്ട്രിംഗ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, അല്ലെ, കുറേ ക്യാരക്ടറുകളുടെ ഗ്രൂപ്പിനെയാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. ആ സ്ട്രിങ്ങിനകത്ത് എത്ര വോവലുണ്ട്, എത്ര കൺസോണൻ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രോഗ്രാമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമ്മളൊരു സ്ട്രിംഗ് എടുക്കുകയാണ്. സ്ട്രിംഗ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽക്കം എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ്. വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ്ങിന് അത് എത്ര ലെറ്റർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ടോട്ടൽ എത്രയാണ്? 7 ലെറ്ററുകളുണ്ട്. 7 ലെറ്ററുകളാണ്. അപ്പോൾ ഇതിനകത്ത് വൗവൽസ് എത്ര, കൺസോണൻ്റ് എത്ര എന്ന് കണ്ടെത്തണം. അപ്പോൾ വൗവൽസ് എന്ന് വെച്ചാൽ എന്താണ്? എ, ഇ, ഐ, ഒ, യു. ഇത്രയും ലെറ്ററുകളിനകത്ത് വരുന്ന ഏതെങ്കിലും ലെറ്റേഴ്സ് ഈ വെൽക്കത്തിനകത്തുണ്ടെങ്കിൽ അത് കൺസോണൻ്റ്, അത് വൗവലും, ബാക്കിയുള്ളതെല്ലാം കൺസോണൻ്റുമാണ്. അപ്പോൾ ഇവിടെ നോക്കാം. ഇ ഒരു വൗവലാണ്, ഒ ഒരു വൗവലാണ്, എഗെയിൻ ഈ ഒരു വൗവലാണ്. ദാറ്റ് മീൻസ് വൗവൽ എന്ന് പറയുന്നത് 3ഉം കൺസോണൻ്റ് എന്ന് പറയുന്നത് 4ഉം ആയിരിക്കും, അല്ലേ? കൺസോണൻ്റ് 4 ആയിരിക്കും, അല്ലേ? 1, 2, 3, 4 കൺസോണൻറ്റും 3 വൗവൽസ്, ടോട്ടൽ 7 ക്യാരക്ടേഴ്സ്. 7 ക്യാരക്ടേഴ്സിനകത്ത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഡിജിറ്റ് കൂടി ഉണ്ടെങ്കിൽ അതിനെ കൗണ്ട് ചെയ്യുകയും ചെയ്യരുത്. ഡിജിറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യാനും പാടില്ല. അപ്പോൾ എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്ന ലെറ്റർ, അത് ക്യാപിറ്റലായാലും സ്മോൾ ആയാലും അതെന്ത് തന്നെയാണ്? വൗവൽ തന്നെയാണ്. അപ്പോൾ അതല്ലാതെ വരുന്ന എല്ലാ ലെറ്ററുകളും കൺസോണൻ്റ് ആണ്. പക്ഷേ നമ്മൾ വരുന്ന മറ്റ് ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നമ്പേഴ്സോ അല്ലെങ്കിൽ മറ്റ് സിമ്പലുകളോ ഒക്കെ വരുവാണെങ്കിൽ അത് കൗണ്ട് ചെയ്യാനും നിൽക്കരുത്. ആ രീതിയിലാണ് ഈ പ്രോഗ്രാം നോക്കുന്നത്. അപ്പോൾ ചിലപ്പം നമ്മൾ സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലെറ്റേഴ്സ് മാത്രമല്ല, ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ അല്ലാതെ മറ്റ് ഡിജിറ്റ്സോ സിമ്പൽസോ വന്നാൽ അത് കൗണ്ട് ചെയ്യരുത്. കൺസോണൻറ്റും വൗവലും എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സിനകത്തുള്ള ലെറ്റേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലായിരിക്കും ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു സ്ട്രിംഗ് എൻ്റർ ചെയ്യാൻ പറയുന്നു. കീബോർഡ് വഴി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ വൗവൽസ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ്. എ, ഇ, ഐ, ഒ, യു. അത് ക്യാപിറ്റലും ഉണ്ട്, സ്മോളും ഉണ്ട്. ക്യാപിറ്റലും സ്മോളുമുള്ള ലെറ്റേഴ്സിൻ്റെ അത് മാക്സിമം കോമ്പിനേഷനാണ്, അല്ലേ? ഇത്രയാണ് ഒരു വൗവലായിട്ട് ഒരു സ്ട്രിങ്ങിനകത്ത് വരാൻ സാധ്യതയുള്ള ലെറ്ററുകൾ. ഇത്രയും ലെറ്ററുകളാണ്. അപ്പോൾ എ, ഐ ഒന്നുകിൽ സ്മോൾ ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അപ്പോൾ അത്രയും കൂടെ ചേർത്ത് ഞാൻ വൗവൽ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കീബോർഡിൽ നിന്ന് ഞാൻ വൗവലും കൺസോണൻറ്റും എണ്ണി നോക്കേണ്ട സ്ട്രിങ്ങിനെ സ്വീകരിക്കുന്നു. അതിനെ ഞാൻ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി വരാൻ സാധ്യതയുള്ള വൗവൽസ് സ്മോളും ക്യാപിറ്റലും കൂടെ ചേർത്തൊരു വാക്കാക്കി ഞാനത് വൗവൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കൗണ്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ചെയ്യുന്നതിന് മുമ്പേ വൗവലിൻ്റെ കൗണ്ട് 0, കൺസോണൻറ്റിൻ്റെ കൗണ്ട് 0, രണ്ടും 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി കൗണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ അത് അപ്ഡേറ്റ് ആവും. നോക്കാം കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ആദ്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ടെക്സ്റ്റിൽ നിന്നും ഓരോ ക്യാരക്ടറിനെ, ഫോർ എക്സാമ്പിൾ വെൽക്കം എന്ന് ആയിരുന്നുവെങ്കിൽ അതിനകത്തുള്ള ഡബ്ല്യുവിനെ ആദ്യം എടുക്കും. ഡബ്ല്യുവിനെ ആദ്യം ക്യാരക്ടർ, അതിൽ നിന്ന് ഡബ്ല്യുവിനെ എടുക്കും. അതാണ് ഫോർ ക്യാർ ഇൻ ടെക്സ്റ്റ്. ഒരു ലെറ്ററിനെ എടുക്കും. എന്നിട്ട് അതിനകത്ത് ഇഫ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് ക്യാരക്ടർ ആൽഫബറ്റ് ആണെങ്കിൽ മാത്രമേ വൗവലാണോ കൺസോണൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നോക്കുന്നത്. ഈസ് ആൽഫ, അതായത് എടുത്തുകൊണ്ട് വന്ന ക്യാരക്ടർ ഡബ്ല്യു എന്ന് പറയുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണ്, അതിൻ്റെ കീഴിലാണ്, ആ ഈഫിനകത്താണ് കിടക്കുന്നത് കേട്ടോ. ആൽഫബറ്റ് ആണെങ്കിൽ മാത്രമേ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ആൽഫബറ്റ് ആണെങ്കിൽ അത് നമ്മുടെ വൗവൽസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്തുണ്ടോ? വൗവൽസ് നമ്മൾ ഡിഫൈൻ ചെയ്താണ് തൊട്ട് മുമ്പ്, അല്ലേ? അതെ, വൗവൽസ് എ, ഐ, ഒ, യു എന്ന് പറയുന്ന ക്യാപിറ്റൽ സ്മോളും കൂടെ ചേർന്നെയാണ് വൗവൽസ് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ലെറ്റർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ലെറ്റർ എ, ഐ, ഒ, യുക്കകത്തുള്ളതാണെങ്കിൽ ഈ വൗവലിൻ്റെ കൗണ്ട് ഒന്ന് കൂട്ടണം. ഇപ്പോൾ 0 ആയിരുന്നു, അത് 1 ആയിട്ട് മാറണം. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഡബ്ല്യു ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡബ്ല്യു വൗവലിനകത്തുള്ളതാണോ? അല്ല. എ, ഐ, ഒ, യുനകത്തുള്ളതല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? എൽസ് വരും. എൽസ് വന്നിട്ട് എന്ത് സംഭവിക്കും? കൺസോണൻറ്റിൻ്റെ ഒന്ന് ഇൻക്രിമെൻ്റ് ആകും. അപ്പോൾ കൺസോണൻറ്റ് 0യിൽ നിന്ന് എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അഗെയിൻ ഇ എടുക്കും, അല്ലേ? ഈ ലൂപ്പ് വീണ്ടും ഈ ടെക്സ്റ്റ് തീരുന്നതിന് വരെ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. അടുത്ത ഇ എടുത്തുകൊണ്ട് വരും. അത് ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. യെസ്, ആൽഫബറ്റ് ആയതുകൊണ്ട് അത് എ, ഐ, ഒ, യുക്കകത്തുള്ളതാണോ ചെക്ക് ചെയ്യും. ആണ്, എ, ഐ, ഒ, യുക്കകത്ത് വരുന്നതാണ്. അപ്പം വൗവലിൻ്റെ വാല്യൂ 0യിൽ നിന്നും 1 ആയിട്ട് മാറും. അടുത്ത എൽ എടുത്തുകൊണ്ട് വരും. എല്ല് ആൽഫബറ്റ് ആണോ? ആൽഫബറ്റ് ആണ്. വൗവലാണോ? വൗവലല്ല. അപ്പോഴാണ് കൺസോണൻറ്റിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? 2 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ സി എടുത്തുകൊണ്ട് വരും. സി എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും എന്ത് സംഭവിക്കും? എ, ഐ ആൽഫബറ്റ് ആണോ? ആണ്. അപ്പോൾ എ, ഐ, ഒ, യുക്കകത്ത് വരുന്നതാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? കൺസോണൻറ്റിൻ്റെ വാല്യൂ ഒന്നും കൂടെ കൂടും.
അടുത്ത എന്ത് സംഭവിക്കും? ഒ എടുത്തുകൊണ്ട് വരും. എന്താണ്? ആൽഫബറ്റ് ആണോ? ആണ്. വവ്വലാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ വവ്വലിൻ്റെ വാല്യൂ ഒന്ന് കൂടും. അടുത്ത എം എടുത്തുകൊണ്ട് വരും. ആൽഫബറ്റ് ആണോ? ആണ്. വവ്വലാണോ? അല്ല. കൺസോണൻ്റ് ആണോ? ആണ്. കൺസോണൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കൂടും. അടുത്ത എന്ത് സംഭവിക്കുന്നു? ഇ എടുത്തുകൊണ്ട് വരും. അപ്പോൾ എന്താണ്? ആൽഫബറ്റ് ആണോ? ആണ്. വവ്വലാണോ? ആണ്. വവ്വലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ 3 ആവും. അപ്പോൾ തീർന്നു. ഈ വരെ വന്നപ്പോഴത്തേക്ക് സ്ട്രിങ് തീർന്നു. ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ലെറ്ററോ എന്തെങ്കിലും ഡിജിറ്റോ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതാണെങ്കിലും ഇപ്പോൾ 1 എടുത്തുകൊണ്ട് വന്നു. 1നെ എടുത്തിട്ട് നോക്കുകയാണ്, ആൽഫബറ്റ് ആണോ? അല്ല. ആൽഫബറ്റ് അല്ലെങ്കിൽ പിന്നെ ഇത് കൺസോണൻ്റിൻ്റെ വാല്യൂ വവ്വലിൻ്റെ വാല്യൂ ഒന്നും തന്നെ കൂടത്തില്ല. ആൽഫബറ്റ് ആണെങ്കിൽ മാത്രമേ കൺസോണൻ്റ് ആണോ വവ്വലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആൽഫബറ്റ് അല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? അടുത്ത ക്യാരക്ടറിനെ എടുക്കാൻ പോകും. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്പർ ഓഫ് വവ്വൽസ് എന്ന് എഴുതി കാണിച്ചിട്ട് വവ്വലിൻ്റെ എണ്ണം പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. നമ്പർ ഓഫ് കൺസോണൻ്റ് എന്ന് പറഞ്ഞിട്ട് കൺസോണൻ്റിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, ലൈവായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, നോക്കി നമ്മൾ എഴുതിയ പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എഴുതിയ പ്രോഗ്രാമാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന പോലെ തന്നെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെയുണ്ട്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ചെയ്യുന്നു. അപ്പോൾ റൺ ചെയ്യുമ്പം എൻ്റർ സ്ട്രിങ് എന്ന് എഴുതി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ സ്ട്രിങ് എൻ്റർ ചെയ്യാൻ പോവാണ്. വെൽക്കം എൻ്റർ ചെയ്യാണ്. കണ്ടോ? നമ്പർ ഓഫ് വവ്വൽസ് 3, നമ്പർ ഓഫ് കൺസോണൻസ് 4. നമുക്ക് ഒന്ന് വേറൊരു സ്ട്രിങ് എൻ്റർ ചെയ്ത് കൊടുക്കാം. വെൽക്കം 1 2 3 എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോഴും 3 4 1 2 3 എന്ത് ചെയ്യുന്നില്ല? കൗണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വവ്വലും കൺസോണൻറ്റും ചെക്ക് ചെയ്യാനുള്ള കൗണ്ട് ചെയ്യാനുള്ള പ്രോഗ്രാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.